ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു നേഹ ഫുഡ് സ്റ്റോറീസ്. ഞാൻ ഷെഹറൂബ ഷമീർ. ഞാൻ ഇന്നിപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് ഒരു അടിപൊളി വട്ടയപ്പത്തിന്റെ റെസിപ്പിയുമായിട്ടാണ്. ഈസ്റ്റർ ഒക്കെ അല്ലേ, അപ്പൊ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം. അപ്പൊ അതിനു വേണ്ടി ഞാൻ പച്ചരി ഒരു കപ്പ് 4 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തതിന് ശേഷം കഴുകി എടുത്തതാണിത്. പിന്നെ വേണ്ടത് ഈസ്റ്റ് ആണ്. അപ്പൊ 2 തരത്തിലുള്ള ഈസ്റ്റ് ഉണ്ട്. ഈ ഈസ്റ്റ് ആക്റ്റീവ് ആണെന്നെങ്കിൽ നമ്മൾ ഇളം ചൂടുവെള്ളത്തിൽ കുറച്ച് പഞ്ചസാരയും ചേർത്ത് മിക്സ് ചെയ്ത് വെക്കണം. ഇത് ഇൻസ്റ്റന്റ് ഈസ്റ്റ് ആണ്. ഇത് ഡയറക്റ്റ് നമ്മൾ അരക്കുന്ന അരിയിലേക്ക് ചേർത്ത് അരച്ചാൽ മതി, എന്നാലും ആക്റ്റീവ് ആവും. അപ്പൊ ഞാനിപ്പോ ഈ ഈസ്റ്റ് ആണ് ഇപ്പൊ ഇവിടെ ഉപയോഗിക്കുന്നത്. അപ്പൊ ആദ്യം തന്നെ നമുക്കൊരു ബൗളിലേക്ക് 1/4 ടീസ്പൂൺ ഈസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഇളം ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം. അപ്പൊ ഇളം ചൂടുവെള്ളത്തിൽ പഞ്ചസാരയും ചേർത്ത് ഈസ്റ്റ് മിക്സ് ചെയ്ത് വെച്ചാലേ ഇത് ആക്റ്റീവ് ആവുള്ളൂ. ഒരു 5 മിനിറ്റ് നേരത്തേക്കൊന്ന് മാറ്റി വെച്ചാൽ മതി. അപ്പോഴേക്കും ഇത് നല്ലവണ്ണം ആക്റ്റീവായി വന്നോളും. ഇനി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് കുതിർത്ത് വെച്ചിട്ടുള്ള അരി ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. പിന്നെ വേണ്ടത് തേങ്ങയാണ്. ഞാനിപ്പോ 3/4 കപ്പ് തേങ്ങ ചിരവിയതാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. 1 കപ്പ് തേങ്ങ വരെ ഒക്കെ എടുക്കാം ഇതിലേക്ക്. അപ്പൊ ഇത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് ചോറാണ്. ഞാൻ ഇവിടെ 1/4 കപ്പ് ചോറാണ് എടുത്തിട്ടുള്ളത്. അപ്പൊ ചോറൊക്കെ ചേർത്താലേ നമ്മുടെ വട്ടയപ്പം നല്ല സോഫ്റ്റി ആയി കിട്ടുള്ളൂ. അപ്പൊ ഈ ചോറും നമുക്ക് ഇതിൽ ഈ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ പഞ്ചസാര എടുത്തിട്ടുണ്ട്. 1/4 കപ്പ് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. ഇതിപ്പോ ഒരു നേരിയ തരത്തിലുള്ള മധുരമായിരിക്കും ഉണ്ടാവുക 1/4 കപ്പ് പഞ്ചസാര ചേർത്താൽ. ഇനിയിപ്പോ നല്ല മധുരം വേണം എന്നുള്ളവർക്ക് 1/2 കപ്പ് വരെയൊക്കെ എടുക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ഇനി വേണ്ടത് ഏലക്കയാണ്. അപ്പൊ ഞാനിവിടെ 6 വലിയ ഏലക്കയുടെ കുരുവാണ് എടുത്തിട്ടുള്ളത്. അപ്പൊ ഏലക്കയുടെ കുരു നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പൊ നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ഈസ്റ്റ് ഇവിടെ മിക്സ് ആയി വന്നിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്കിത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കണം. ഇത് അരക്കാനുള്ള വെള്ളം. എന്നിട്ട് ഇത് നന്നായി അരച്ചെടുക്കണം. ഇതിപ്പോ ഞാനിവിടെ നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ ദോശമാവിന്റെ ഒക്കെ ഒരു പരുവത്തിലാണ് ഇത് അരച്ചെടുക്കേണ്ടത്. പിന്നെ കുറച്ച് തരിതരി ആയിട്ട് വേണം അരച്ചെടുക്കാൻ. അതായത് നമ്മൾ റവ അല്ലേ, അത്രയൊന്നും വേണ്ട, എന്നാൽ ഏകദേശം അതിന്റെ അടുത്ത് വരും വേണം. അപ്പൊ തരിതരി ആയിട്ട് നമ്മൾ ഇത് അരച്ചെടുത്താലേ നമ്മുടെ വട്ടയപ്പം നല്ല സ്പോഞ്ചി ആയി കിട്ടുള്ളൂ. ഇനി ഇതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനിയിപ്പോ ഇത് 2-3 മണിക്കൂർ നേരത്തേക്ക് നമ്മൾ പൊങ്ങാനായിട്ട് മാറ്റി വെക്കണം. അപ്പൊ ഇത് അടച്ചു വെച്ച് നമുക്ക് മാറ്റി വെക്കാം. അപ്പൊ നമ്മുടെ വട്ടയപ്പത്തിന്റെ മിക്സ് ഇവിടെ നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. ഞാനിപ്പോ 3 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് ഇപ്പൊ ഇത് എടുത്തിട്ടുള്ളത്. അപ്പൊ നന്നായി പൊങ്ങി വന്നതിന് ശേഷം മാത്രമേ ഇത് ഓപ്പൺ ചെയ്ത് നോക്കാവൂ. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അത് പൊങ്ങാൻ സാധ്യത ഉണ്ടാവില്ല. അപ്പൊ ഞാനിപ്പോ വട്ടയപ്പം ഉണ്ടാക്കാനായിട്ടൊരു കേക്ക് ടിന്നാണ് എടുത്തിട്ടുള്ളത്. അപ്പൊ ഇതിലേക്ക് നമുക്കൊന്ന് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ വട്ടയപ്പം പെട്ടെന്ന് വിട്ടു പോരുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ഓയിൽ ബ്രഷ് ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് വട്ടയപ്പത്തിന്റെ മിക്സ് ഒഴിച്ചു കൊടുക്കാം. വട്ടയപ്പത്തിന്റെ മിക്സ് ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മളിതൊന്ന് തട്ടി കൊടുക്കണം. എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഇനി സ്റ്റീൽ പാത്രമൊക്കെ ഉണ്ടെങ്കിൽ അതിൽ വെച്ച് കുക്ക് ചെയ്തെടുത്താലും മതി കേട്ടോ. ഇനിയിപ്പോ ഞാനൊരു സ്റ്റീമറിൽ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ വെള്ളമൊക്കെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്, ആവി വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഇത് ഇറക്കി വെക്കാം. ഇനിയിപ്പോ അത് അടച്ച് വെച്ച് നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. ഒരു 20 മിനിറ്റോളൊക്കെ വേണ്ടി വരും. ഹൈ ഫ്ലെയിമിൽ ഇട്ട് തന്നെ കുക്ക് ചെയ്താൽ മതി കേട്ടോ. പിന്നെ നമ്മളൊരു 10-15 മിനിറ്റ് ഒക്കെ കഴിയുമ്പോൾ നമ്മൾ ഇതിന്റെ അടപ്പൊന്ന് തുറന്ന് ഇതിലേക്ക് ഞാനിപ്പോ കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ നെയ്യിൽ റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത് വെച്ചു കൊടുക്കണം. അപ്പൊ ഞാൻ കുറച്ച് ലേറ്റ് ആയത് ഓപ്പൺ ചെയ്ത് വെച്ചു കൊടുക്കാനായിട്ട്, അതുകൊണ്ട് തന്നെ ഇതിന്റെ ഉള്ളിലേക്ക് ഇറങ്ങി പോകുന്നില്ല. അപ്പൊ കുറച്ചും കൂടി ഒരു 5-10 മിനിറ്റ് കഴിഞ്ഞേക്ക് നമ്മൾ റോസ്റ്റ് ചെയ്ത അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ വെച്ചെടുത്താൽ മതി. ഇനി ഇത് അടച്ചു വെച്ച് ഒന്നും കൂടി കുക്ക് ചെയ്തെടുക്കണം, ഒരു 10 മിനിറ്റോളം. ഇപ്പൊ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അതായത് മൊത്തത്തിൽ ഇപ്പൊ 20 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു പപ്പടക്കോല് ഉപയോഗിച്ച് ഇതൊന്ന് കുത്തി നോക്കാം. ഇത് ക്ലീൻ ആയി വന്നിട്ടുണ്ടെങ്കിൽ ഇത് കുക്കായി എന്നാണ് അർത്ഥം. ഇതിപ്പോ പൊടിയെ കൊട്ടി പിടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിത് കുറച്ച് സമയം കൂടി കുക്ക് ചെയ്തെടുക്കണം. ഇതിപ്പോ നീറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വട്ടയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോ തണുത്തതിന് ശേഷം നമുക്കിത് ഇതിൽ നിന്ന് വിടിയിക്കാം. ഒരു സ്പൂൺ ഉപയോഗിച്ച് ഇതിന്റെ അരികുവശം ഒന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പൊ പെട്ടെന്ന് തന്നെ നമ്മുടെ വട്ടയപ്പം ഇതിൽ നിന്ന് പോന്നോളും.
അപ്പം നമുക്കിനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ വട്ടയപ്പം ഈ പാത്രത്തിൽ നിന്ന് വിട്ടു പോന്നോളും. നമ്മുടെ വട്ടയപ്പം ഇപ്പോൾ ഇവിടെ അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഞാനിപ്പോൾ ഇത് മറിച്ചിട്ടിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്കിനി ഇതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. കണ്ടോ, നമ്മുടെ വട്ടയപ്പം നല്ല സ്പോഞ്ചി ആയി കിട്ടിയിട്ടുണ്ട്, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ വട്ടയപ്പത്തിൽ നമുക്ക് ഇഷ്ടമുള്ള കറികളൊക്കെ ഒഴിച്ച് കഴിക്കാവുന്നതാണ്. അപ്പോൾ ഈസ്റ്ററിന് ഈ വട്ടയപ്പത്തിൻ്റെ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കല്ലേ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്